നമ്മൾ കിട്ടുന്ന മീനൊക്കെ എപ്പോഴും കഴുകി വൃത്തിയാക്കി തന്നെ ഇടണം, അല്ലെങ്കിൽ ചീത്തയാകും പെട്ടെന്ന്. നല്ല ചൂട് കേട്ടാ, വെള്ളം നല്ല ചൂട്. ഇത് ഗിഫ്റ്റ് സിലോപ്പിയ കേട്ടാ, ഇത് നാടൻ സിലോപ്പിയാണ്. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇതാ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കൊച്ചുകളൊക്കെ പോകുന്നുണ്ടോ? നമ്മൾ വള്ളാത്തുരുത്തി എത്തി കേട്ടോ. മീൻ പെറുക്കി നമ്മൾ റോഡേ വെക്കാൻ പോകും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറാണ് കേട്ടോ. അല്ല, നിന്റെ പേരെന്തോടാ? ലിൻഡോ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാം കാണുന്നു. അപ്പം നമ്മളെ കഴിഞ്ഞ ദിവസം ഇട്ട പടകാരത്ത് പോയി മീൻ പിടിച്ചതിൻ്റെ കാര്യമൊക്കെ അവൻ ചോദിക്കുകയാണ്. രക്ഷ അപ്പൻ്റെ അര എത്ര എണ്ണം കിടപ്പുണ്ട്? അപ്പം 2 രക്ഷ അപ്പൻ്റെ അരയെ കിടപ്പുണ്ട്. കുറുവയുള്ള കുറുവ, പിന്നെ ഒരു 2-2.5 കിലോ വരാല് കാണും. 2-2.5 കിലോ വരാല്, പിന്നെ കൂടി, അതേ ഉള്ളൂ. പിന്നെ ഇപ്പം സമയമൊന്നും ആയില്ല അല്ലേ? അപ്പം സമയം തന്നെ ഉണ്ട്, 12 ആയിട്ടുണ്ട്. 12 മണി ആയതുള്ളൂ. എന്തൊക്കെയാലും നമ്മൾ റോഡ് ഇട്ടേക്കുക. തൂണി അങ്ങോട്ട് മാറ്റി നമ്മളേ മീനെല്ലാം നമ്മൾ വിട്ട് കേട്ടോ. നമുക്ക് കുറുവയേ ഉള്ളൂ. കുറുവ, 2 സിലോപ്പി, തൂളി, 3-4 കരിമീൻ കള്ളം. പിന്നെ നമ്മളത് വരാല വരാല് 2.5 കിലോ വരെ ഉണ്ട്. 2.5 കിലോ 3 കിലോ അടുത്ത് വരാലുണ്ട്. അണ വേണം, മേടിച്ചോ മേടിച്ചോ, ചീപ്പറായിട്ട്. കരികണ്ണിയുടെ കൂട്ടി കുറുവ എടുക്കാനാണ്. വാ 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 വാ
അവിടെ കൊടുത്തേ ഉള്ള സിലോപ്പിയ ചേട്ടായിയൊക്കെ മേടിച്ചു കേട്ടോ. ഉള്ള സിലോപ്പിയ അവർ മേടിച്ചിരിക്കും. ഇപ്പം നമ്മൾ സിലോപ്പി മേടിച്ച് കുറുവ അവിടെ കിടക്കണം. വാ 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 ഇവിടെ വാ 200 രൂപ ഉള്ളു. ചീപ്പ് റേറ്റ്. മീനല്ലേടാ കൊണ്ടുപോയ പെരുവെള്ളക്കാരനാണ് നേരത്തെ അവൻ വിളിച്ചു. മേടിച്ചോ തീരാൻ പോണു വരാനുണ്ട്. അത് വരാൻ വിലപ്പുറം കേട്ടോ. 350 രൂപ ഉണ്ട്. വേറെ എവിടെയാണെങ്കിലും 500 രൂപ വില. വരാൻ 350 രൂപ കൊടുക്കും. ചൂട് 100 രൂപ കൊടുക്കും. കുറുവ 150 രൂപ. 100 രൂപ. കുറുവ 150. കൂളി 1 കിലോ കൊടുത്ത്. കരിമീൻ എത്ര ഉണ്ട്? അവിടെ കൊടുത്ത് അത്ര എടുത്തു. 150 രൂപ ആവും ആ കരിമീൻ. മേടിച്ചോ 100 രൂപ. 100 രൂപ. 100 രൂപ. കൂടെ 150. മേടിച്ചോ, ആർക്കും മേടിക്കാം. ഇത് 350 രൂപ ഉള്ളു വരാൻ. ഇവിടെ 350 ഉള്ളു വരാൻ കേട്ടോ. നമ്മുടെ ആ ചേട്ടനൊക്കെ കുറുവയല്ല 1 കിലോ തൂളിയും 1 കിലോ വരാനും എടുത്തു കേട്ടോ. എന്നാ ചില്ലറേ കേട്ടോ. വരാല് കാണട്ടോ, ആൾക്കാർ കാണട്ടോ. വരാല് കാണും. വരാല് നമ്മൾ കമത്തിരിക്കും കേട്ടോ. നമ്മളത് ഇത്രയും തൂളി നമ്മൾ 100 രൂപ കൊടുക്കുക. 100 രൂപ ഇത്രയും തൂളി നമ്മൾ ഈ കരിമീൻ 100 അടിക്കുക കേട്ടോ. വരാല് എന്നാ വേണ്ട.
ഓ ഒന്നും പറയാൻ അത് 100 രൂപ, അത്രയും തൂട് 100 രൂപ. അതെടുത്തു ഓടിച്ചോണ്ട അതരാ അതെടുത്തു ആ തൂട് കൊടുത്ത് തൂട് കൊടുത്ത് ഹായ് 150 രൂപ കുറുവ കേട്ടാ. 8156 വരാനുണ്ട്. വരാൻ വില കുറവോ? കുറവില്ല. ആ കരിമീൻ വെള്ളത്തിൽ എടുത്തു 100 രൂപ എന്നാ മതി. വാ വാ ഇവിടെ വാ ഇവിടെ വാ. 307 2 കിലോ വേണമെന്ന് ഞാൻ പറഞ്ഞു. 150 രൂപ എന്ന് പറഞ്ഞു. അനിൽകുമാർ സി. അതെ എങ്ങനെ പോരാ ഒരാളെ കാത്തിരിക്കുക. വാ 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 വാ. ജോലി പിടിച്ച് തല വെച്ച് കേട്ടാ. ഉപ്പാണ്ടൊക്കെ ബ്രാഞ്ചല്ലേ ഉള്ളൂ. എൻ്റെ ക്യാമ്പിലേക്ക് ഞാൻ ഫുഡ് എത്തി. അതിപ്പോൾ എൻ്റെ തലേനായി. അവർ വരുന്നതിനും പറയും അവർ കമ്പനി വിടും. അവരാരും ഇങ്ങോട്ട് വരത്തില്ല. ഞാനിവിടെ വഴി കഴിഞ്ഞു കൊടുക്കും. ഞാനത് പോകും. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. നമ്മള് കഴിഞ്ഞ ദിവസം 4 കിലോ കൂടി നമ്മള് 100 രൂപയ്ക്ക് കൊടുക്കുക. അല്ലാതെ തന്നെ കുറുവ 2 കിലോ കുറുവ നമ്മള് 100 രൂപയ്ക്ക് കൊടുക്കുക. ഇന്നും പറയുന്നതാണൊക്കെ നമുക്ക് ഇന്ന് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ മീൻ കിട്ടുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ 2 കിലോ കുറുവ 250 രൂപ കൊടുക്കാൻ തോന്നും. നമ്മൾ 150 കിലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തു പറയാനാ. അപ്പം നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന് 4 കിലോ 100 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടെങ്കിൽ നമുക്ക് അതേ കണക്ക് ഇന്ന് കൊടുക്കാൻ പറ്റത്തില്ല. അത് മീൻ കൂടുതൽ വരുന്നതും പോകുന്നതും കണക്കിരിക്കും. നമ്മളത് ചീത്തയായി പോകണ്ടല്ലോ, ആരെങ്കിലും കൊണ്ട് കഴിച്ചോട്ടെന്നും പറയാൻ നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ഇന്ന്. അപ്പോൾ നമ്മൾ വരാൻ കിടക്കും. 2 കിലോ വരാൻ 2 കിലോ വരാനുണ്ട് കിടപ്പുണ്ട് ഇല്ല. 1 കിലോ വരാൻ നമ്മൾ കൊടുത്തു കേട്ടോ. വരാനും പഠിച്ചു വിലക്കുറവ് കേട്ടോ. 350 രൂപ. ഇവിടെ വിലക്കുറവ് 100 രൂപയ്ക്ക് കഴിഞ്ഞു. 100 രൂപയ്ക്ക് കഴിഞ്ഞു. 100 രൂപയ്ക്ക് കഴിഞ്ഞു. ഇവിടെ വമ്പിച്ച വിലക്കുറവ് വേണ്ട. വമ്പിച്ച വിലക്കുറവ്. വണ്ടിയില്ല വണ്ടിയില്ല. വാ വാ വാ. ഹായ് അണ്ണാ അതേ കരിമീൻ പിടിച്ചോ കേട്ടോ. കഴിക്കാം. ഹായ് ഹായ്. അത് കരിമീൻ. അതേ നമ്മളിപ്പം 100 രൂപയ്ക്ക് കൊടുക്കുന്ന പറഞ്ഞത് ഇതാ കേട്ടാ. നമ്മൾ 100 രൂപയ്ക്ക് കരിമീൻ കൊടുക്കുന്ന പറഞ്ഞ് വിളിക്കുന്ന ഇതാണ്. വേറെ ഇല്ല, ഇപ്പൊ ഉള്ളതാ. ആണോ? അവര് 100 രൂപയുടെ കരിമീൻ പിടിക്കാൻ വരുവാ. മേടിച്ചോ
കരിമീനുണ്ട്, കുറുവയുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റവും എന്നാ ഉണ്ടോ? കരിമീൻ 100 രൂപയ്ക്ക് കൊടുക്കുക കേട്ടാ. കരിമീൻ 100 രൂപയ്ക്ക് കൊടുക്കും. അല്ല അത് അവര് വേറെ, ഞങ്ങള് വേറെ ടീം, അവര് വേറെ ടീം. ഞങ്ങള് അപ്പാപ്പിന്റെ ടീം. വാ 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 വാ. വരാല് 350 ചീപ്പ് റേറ്റ്. 350. ആ കടയിൽ ചോദിച്ചാൽ 500. ആ കടയിൽ ചോദിച്ചാൽ 500 രൂപ വില. നിങ്ങൾ ചോദിച്ചോ നാടപ്പരാല. ഇപ്പം വേണം നമ്മൾ ഇന്ന് ചോദിച്ചിട്ട് വരാം. ഞങ്ങളിവിടെ 500 രൂപ. വാ 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 വാ. മേടിച്ചോ മേടിച്ചോ. 100 രൂപയ്ക്ക് കരിമീൻ കൊടുക്കുക. ചീപ്പ് റേറ്റ്. ചീപ്പ് റേറ്റ് മേടിച്ചോ. ആ അതാ ചെളി തെറിപ്പിക്കാളാ. വെള്ളമുണ്ടും വെള്ളം തട്ടിയിട്ട് വരുമ്പോഴാണ് ചെളി തെറിപ്പിക്കാൻ. എന്നാ നിങ്ങളെവിടെയാണ? നിങ്ങളെവിടെ? ആണോ? പുന്നപ്പുറയല്ല. ആ ഓക്കെ. കൊച്ചന്റെ ക്ലാസ്മേറ്റാ. കൊച്ചേട്ടാ കൊച്ചേട്ടൻ. കൊച്ചന്റെ അയൽവാസി ഏതാണ്? ഒരാള് 2 കിലോ ഒരാള് കേളി വെക്കും. 1 കിലോ കുറുവ. കരിമീൻ മേടിച്ചോ. കരിമീൻ മേടിച്ചോ. കരിമീൻ മേടിച്ചോ. കരിമീൻ മേടിച്ചോ. എന്നാ 100 രൂപയ്ക്ക് കരിമീൻ. വരാല് കൊടുത്ത്. അവിടെ 1 കിലോ വരാല് കൊടുത്ത്. എന്നാ 100 രൂപയ്ക്ക് കരിമീൻ ഇവിടെ കൊടുക്കുന്ന കേട്ടോ. ഇവിടെ മാത്രം 100 രൂപയ്ക്ക് കരിമീൻ. ആയപ്പാ ആയൊന്ന് വയ്ക്കുക. ആയൊന്ന് വയ്ക്കുക. അല്ല 100 രൂപയ്ക്ക് കരിമീൻ ഇവിടെ മാത്രം. ആ അതെ അതെ. എല്ലാം കൂടെ നോക്ക്. നമ്മളെ ചെറുക്കാൻ്റെ കൂടെ പഠിച്ച കേട്ടാ ഈ ചേട്ടൻ. ജമ്പി ജമ്പി. മേളി 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 മേളി. 2 കിലോ 2 കിലോ 2 കിലോ കരിമീൻ. അച്ഛാ സോറി 2 കിലോ കരിമീൻ. 2 കിലോ വരാൽ. അണ്ണാ 100 രൂപയ്ക്ക് ഇവിടെ കരിമീൻ. അണ്ണാ ചീപ്പ് റേറ്റ് 100 രൂപയ്ക്ക് കരിമീൻ. 30 ഇല്ല. അതെല്ലാം 100 രൂപയ്ക്ക് കൊടുക്കുന്നില്ല. 500 രൂപ. വാ 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 വാ. ഇവിടുന്ന് മേടിച്ചോ. ഇവിടുന്ന് മേടിച്ചോ. 100 രൂപയ്ക്ക് കരിമീൻ. അണ്ണാ 100 രൂപയ്ക്ക് കരിമീൻ. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു തട്ടയിലും കിട്ടത്തില്ല. വേറെ ഒരു തട്ടയിലും 100 രൂപയ്ക്ക് കരിമീൻ കിട്ടത്തില്ല. കരിമീൻ ഇവിടെ മാത്രമേ ഉള്ളൂ. 100 രൂപയ്ക്ക് കരിമീൻ. 100 രൂപ. 100 രൂപയുടെ കരിമീൻ നമ്മൾ കൊടുത്തിരിക്കുക കേട്ടോ. 100 രൂപയുടെ കരിമീൻ നമ്മളെ മാഷാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം കരിമീൻ്റെ ഗുണം അറിയാവുന്നവർക്ക് ഇത് മേടിക്കത്തുള്ളൂ. നമ്മളത് കൂടാതെ ഇപ്പം കുറുവേങ്ങളെ വാരിയിട്ട് കൊടുത്തിരിക്കുക കേട്ടോ. നമ്മളെ ഈ 100 രൂപ കരിമീൻ മേടിക്കാൻ വരുവാന്ന് തോന്നുന്നു കേട്ടോ. അത് നമ്മളെ കിഴക്കുന്ന് 2 പേര് വരുന്നുണ്ട്. നമ്മളെ സാറേ എന്നാ സാറേ വേണ്ട? എന്നാ വേണ്ട? അല്ല കരിമീൻ
2 കിലോ ആണെങ്കിൽ 250. വാ മേടിച്ചോ, വാ. മീനെല്ലാം തീരുവാ കേട്ടോ. 100 രൂപയ്ക്ക് വരെ കരിമീൻ ഉണ്ടായിരുന്നു ഈ തട്ടെ. മേടിച്ചോ. നമ്മളെ അണ്ണാ 1 കിലോ കൊടുത്തണ്ണ ഇവിടെ. നമ്മളെ സബ്സ്ക്രൈബറാ കേട്ടോ അല്ലേ മണ്ണ നമ്മളെ ഹായ് വെച്ചപ്പോൾ നമുക്ക് വന്നു. നമ്മളെ സബ്സ്ക്രൈബർമാരാട്ടോ. ചേട്ടായിക്കൊക്കെ 1 കിലോ സബ്സ്ക്രൈബറാ. ഞാൻ പറഞ്ഞേ എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കും വരുന്നതെന്ന്. മാ ഇങ്ങോട്ട് മാറിയേക്ക്. ആണോ കുഞ്ഞു ഇങ്ങ വന്നേ? കുഞ്ഞു യൂട്യൂബറാണോ? കുഞ്ഞിന്റെ യൂട്യൂബിന്റെ പേരെന്തുവാ പറഞ്ഞേ? എന്താ? കുട്ടിദാനം ബ്ലോഗ്. കഴിയുമെങ്കിൽ എല്ലാവരും കയറി ഒന്ന് നോക്കണേ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. മീനൊക്കെ ഉണ്ട്. ഇപ്പൊ എവിടെ പോവാ? എവിടെ പോയേട്ടെ? ഞങ്ങള് വൈക്കം വരെ പോയതാണ്. ഇനി കാരിച്ചാലിന് പോണം. ആ വള്ളം കണ്ടപ്പോ അങ്ങോട്ട് കയറിയാ? ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ ഈ പേരെന്നാ? എന്റെ പേര് പ്രണവ്. ചേച്ചി പേര്? ഓക്കെ. ക്ഷയിക്കാൻ തന്നെ വലിയ ബ്ലോഗറായിട്ട് വരണം കേട്ടാ. 50 രൂപ കൊടുക്കും ചേട്ടായിക്ക്. ചേട്ടാ 50 രൂപ തട്ടെ. ചില്ലറ ഇല്ലാത്തതുകൊണ്ടാ. ഇല്ലേ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞോ, ചെയ്തു തരാം. മാഷേ ഫോട്ടോ ഇവിടെ കയറി നിന്നോ. ഇവിടെ വാ മാഷേ. ഇവിടെ കയറി നില്ലേ. അപ്പം നമ്മൾ നിന്നോ. ഇവിടെ കയറി ഓക്കെ ഓക്കെ. കഴിയുമ്പോഴത്തേക്ക് സൗദി പോകുന്നു. സൗദിയിലാണ് ലീവിന് വന്നു. നമ്പറുണ്ട്, ഞാൻ വിളിക്കാം. ആണോ? മീനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ആ വിളിക്കാം. എന്നാ ചേട്ടായിമാർക്ക് 50 രൂപ കൊടുക്കുന്ന 1 രൂപ. ആ നടക്കട്ടെ, അത് നടക്കട്ടെ. ഓക്കെ. ആണോ? നിങ്ങളെവിടെയാ? കൊട്ടാരക്കര. ഓക്കെ. അളവ് 150 രൂപ. 2 കിലോ ആണെങ്കിൽ 250. കുറുവ കുറുവ കുറുവ. ഇത് യൂട്യൂബ് വീഡിയോ അടിച്ചു കൊടുക്കണ്ട. കാണാനില്ല. ബനിയന് പുറത്തുണ്ട്. ഓക്കെ ഓക്കെ. ആ അതെ ബനിയന് പുറത്തുണ്ട് കണ്ടോ? ആ ഇത് അതാണ്. സുജാതേ കുറുവ മേടിച്ചോ. തീരാൻ പോണേ തീരാൻ പോണേ. ഇവിടെ മേടിച്ചോ. ആ ഇതേ ഉള്ളു. ബാക്കിയെല്ലാം തീർന്നു. വരാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇല്ല പരിപാടി നമുക്ക് ആ പരിപാടി ഇല്ല കേട്ടോ. വരാനും 350 രൂപ.
ചുമ്മാ ഇരിക്കുമല്ലേ, വെട്ടിക്കൊടുക്കാൻ മേലായിരുന്നു. വാ 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 വാ. ഇപ്പം നമ്മൾക്ക് ഒരു ചേട്ടായി വന്നേച്ച് കുറുവ വില വെച്ചിട്ട് വെട്ടിക്കൊടുക്കാമെന്ന് വെച്ചു. അപ്പം നമ്മൾ വെട്ടിക്കൊടുക്കുന്ന പരിപാടി നമുക്കില്ലെന്ന് പറഞ്ഞപ്പം പറഞ്ഞു നമ്മൾ ചുമ്മാ ഇരിക്കുമല്ലേ എന്ന് പറഞ്ഞു. ഇത് ചോദിച്ചതിന് പോയ ചേട്ടായൊക്കെ ഈ വെട്ടിക്കൊടുക്കുന്ന നില എല്ലാ സ്ഥലമല്ല ഞാൻ പറയുന്ന, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഈ ആലപ്പുഴ എന്നല്ല, എല്ലാ ഭാഗത്തു നിന്ന് പറയുമ്പോൾ എല്ലായിടത്തും വെട്ടിമേടിക്കും. ഈ വെട്ടിമേടിക്കുന്ന മീൻ എന്ന് പറയുമ്പം കരിമീൻ ആന്ധ്രയായിരിക്കും, വരാൽ ആന്ധ്രയായിരിക്കും. നമ്മളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികളുടെ നിന്ന്, അതായത് അന്നന്ന് പോയി മീൻ പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യത്തൊഴിലാളിയുടെ നിന്ന് കഴിവതും മീൻ മേടിക്കാൻ നോക്കുക. അവർ വെട്ടിത്തരത്തില്ലായിരിക്കാം. അവർ വെട്ടിത്തരത്തില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പണിക്ക് പോയ വല കഴുകാനുണ്ട്, പിടിക്കാനുണ്ട്. അപ്പോൾ ഈ പണിയെല്ലാം ഈ മീനെല്ലാം കൊടുത്തേച്ച് അത്യാവശ്യം കഴിവതും നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാരോടും നമ്മുടെ സഹോദരികളോടുമാണ് പറയുന്നത്, കഴിവതും മീൻ പിടുത്തക്കാരോടും മീൻ മേടിച്ചും അത് സ്വന്തമായിട്ട് വെട്ടി കറി കൂട്ടാനായിട്ട് ശ്രമം നടത്തുക. കാരണം നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നും മറ്റേ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് ആന്ധ്രയായിരിക്കും. ആന്ധ്ര കരിമീനല്ലേ അപ്പം നമ്മുടെ റൂട്ടി മൊത്തവും അല്ലേ, നമ്മുടെ ഈ റൂട്ടി മൊത്തവും ആന്ധ്ര കരിമീനാണ്. ഇതിനും വേണ്ടി കരിമീനൊന്നും എങ്ങൊന്നും കയറുന്നില്ല. നല്ല കരിമീൻ വേണമെങ്കിൽ പിന്നെ നമ്മുടെ ആന്ധ്ര കരിമീനല്ലാതെ നല്ല കരിമീൻ വേണമെങ്കിൽ കുമരകം ചന്തയിൽ പോകണം. കുമരകം ചന്തയിൽ ഒരു കടയുണ്ട്, അത് രായേഷാണ്. അതായത് ഒരു 150 വള്ളം വെള്ളം വലിക്കാൻ പോണ വള്ളങ്ങളുണ്ട് വേമ്പനാട്ട് കായൽ. 150 വള്ളം വെള്ളം വലിക്കാൻ പോണ ടീമെന്ന് പറഞ്ഞാൽ ഒരു ടീമിനൊരു 20 കിലോ 15 കിലോ, അവർക്ക് 50 കിലോ വരെ അവർ പിടിക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഈ 50 കിലോ വീതമൊന്നും കിട്ടത്തില്ല. എന്നാലും 10-100 വള്ളങ്ങൾ ഒരുപോലെ പോയി കരിമീൻ പിടിച്ചോണ്ട് വരുന്നു. കുമരകം ചന്തയിൽ കിട്ടും നല്ല കരിമീൻ. ബാക്കി എല്ലായിടത്തും ആന്ധ്ര കരിമീനാണ്. ഇതിപ്പം അപ്പാപ്പി പറഞ്ഞ എല്ലാ കടയിലും ആന്ധ്ര കരിമീനാണെന്നും പറഞ്ഞെന്ന് ആരും എങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മാത്രമല്ല. കഴിവതും എല്ലായിടത്തും പോയി മീൻപിടുത്തക്കാരുടെ നിന്ന് മേടിച്ച് സ്വന്തമായിട്ട് വെട്ടിക്കറി വെച്ച് കൂട്ടുക എന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് പറയാം. ഇത് നമ്മളോട് തന്നെ മേടിക്കണമെന്നില്ല കേട്ടോ. എന്നെപ്പോലെ മീൻ പിടിക്കാൻ പോണ ഒരുപാട് പേരുണ്ട് കുട്ടനാട് മേഖലകളിൽ. ആരോടായാലും അതപ്പം നിങ്ങൾക്ക് ഒരു കാഴ്ച തന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. നമ്മളൊരു കലവ ഇല്ലെങ്കിൽ ബോക്സ് എന്തെങ്കിലും വെച്ചോണ്ട് ഇതേ കണക്ക് പടുതയിട്ട് വിരിക്കുന്നു. ആൾക്കാരുടെ നിന്നൊക്കെ കഴിവതും മീൻ മേടിക്കാൻ നോക്കുക. മീൻ മേടിച്ചാൽ അവർക്ക് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് നമ്മൾ ഈ കുറുവ കൊടുക്കുന്നത്. നിങ്ങൾ ഏത് കടയിൽ ചെന്നാലും ഒരു 120 രൂപ 150 രൂപ 200 രൂപ വില വരെ വരും. അപ്പം ഞങ്ങളുടെ ഡ്രസ്സോ ഞങ്ങളുടെ ദേഹത്ത് ചിലപ്പോൾ ചെളി പറ്റിയിരിക്കുമായിരിക്കാം. ഞങ്ങൾ ചിലപ്പോൾ ഒരു ബനിയനായിരിക്കും, ഒരു തോർത്തായിരിക്കും. അപ്പം നമ്മുടെ ഡ്രസ്സൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പക്ഷെ ഞങ്ങൾ തരുന്ന മീൻ ഫ്രഷായിരിക്കും, പച്ച മീനായിരിക്കും അല്ലേ അപ്പം. രാവിലെ മീൻ മേടിക്കാനായിട്ട് വന്നതാണ്. വന്ന് നോക്കിയേച്ചും പോയി ചേച്ചിയെ വിളിച്ചോണ്ട് വന്നത് കേട്ടോ. അത് 100, ഇത് 150. ഇത് 100 രൂപ ആണ്. അതുകൊണ്ട് വലുതോളൂ 100 രൂപ 100 രൂപ. അത് 1.5 കിലോ ഉണ്ട് കുറുവ നമ്മുടെ കേട്ടോ. 1.5 കിലോ 150 225 അല്ലേ. അതൊക്കെ ഞങ്ങൾക്ക് 300 കുറയ്ക്ക് വെച്ചിട്ട് മേടിക്കാം. 100 രൂപ
മൊത്തം എടുക്കുവാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യും. അല്ലാതെ പിന്നെ അവർക്ക് വേണം. എന്തുമാത്രം വേണം? എന്തുമാത്രം? ഞങ്ങൾ സത്യം പറയാം 150 ഇതാണ് കൊടുത്തോണ്ടിരുന്നത്. സത്യം മഴയായതുകൊണ്ട് ഞങ്ങൾ മഴയായതുകൊണ്ട് കുളിക്കുകയൊക്കെ വേണം. ഞങ്ങൾ വന്നതും കുട്ടനാട്ടുകാരാ, എടപ്പാക്കാരാ. കിടത്തുവെക്കാരാ കേട്ടാ. എനിക്ക് 50 രൂപ കൂട്ടി മേടിയിടണം. എന്നാ എന്തുമാത്രം വേണം? 2 രൂപ എത്ര? അത് നമ്മളെ 225. അത് 1 കിലോ. ഇതെന്ത് മാത്രം വേണം? 2 രൂപ. ആ എന്തോ ചാനലിന്റെ പേര് ബനിയന് പുറത്തുണ്ട്. ദേ ദേ അപ്പാപ്പി അപ്പാപ്പി. ഫിഷിംഗ് ബ്ലോഗ്. ആ അത് തന്നെ. അല്ലാതെ 400. നമ്മളെ മഴ പെയ്യാന്ന് പറയും. മഴയിപ്പം പെയ്യുന്നുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ വണ്ടിക്കാരൻ നിർത്താൻ ബുദ്ധിമുട്ട് വരും. അതാ 100 രൂപ 100 രൂപ 100 രൂപ ഉള്ളു. കിലോ 100 രൂപയാണ്. ബാക്കിയെല്ലാം തീർന്നു. ഇതേ ഉള്ളു. അതാണ് 2 കിലോ. പിടിച്ചവൻ ചാകത്ത് ഇത് മതിയോ? എല്ലാം തീർന്നു. അതാ ഒന്നെടുത്തു. 1 കിലോ. ചേട്ടായിക്ക് 1 കിലോ എടുത്തു. ചേട്ടായിക്ക് 1 കിലോ കൊടുക്കും. പാപ്പിയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ അതെ അതെ അതെ. അണ്ണാ മേടിച്ചോണ്ട 100 അല്ലേ? പരലല്ല പരലല്ല കുറുവാണ്. അല്ലാതെ പോകുന്നത്. അതെ അതെ അതെ. അണ്ണാ 100 രൂപ വേണ്ടേ? വാ വേണ്ടേ? വന്ന് മേടിക്കണ ആളാ. വല്ല മേടിച്ച് കുറുവെല്ലാം മേടിച്ച് കഴിക്കണ. ആ ഓക്കെ. 100 രൂപ.